ഇത് കണ്ട, ഇത് അയിലയുടെ വാല്, ഇത് അയിലയുടെ തല. ഇത് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചത്, ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചത്. ഓക്കെ, ഇനി ഞാനൊരു എക്സ്പെരിമെന്റ് കാണിച്ചു തരാം കേട്ടോ, എല്ലാവരും കണ്ടു. അപ്പോ കഴിക്കടാ, ഫ്രഷ് ആയില്ല. വയറ് നിറഞ്ഞ നിനക്ക് വേണ്ടേ? ഓക്കെ, എന്നാ ഇത് കഴിച്ചോ. കണ്ട, നിങ്ങളെ കൺമുമ്പിലാണ് ഈ എക്സ്പെരിമെന്റ്. ഇത് കണ്ട, ഇത് കൊടുത്തിട്ട് അവന് വേണ്ട. ഇത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, ഇത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിന് വേണ്ട. ഇനി ഇതോടെ അടുത്ത് വെച്ച് നോക്കാം. രണ്ടും ഒരേ മീൻ, രണ്ടും അയില. ഒരു കടയിൽ അയില വേണ്ടവന് മറ്റേ കടയിൽ അയില വേണം. അപ്പൊ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അപ്പൊ ഇതിനകത്ത് വിഷമുണ്ട്, ഫോർമാലിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കില്ല, സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നേരിട്ടുള്ള ഉദാഹരണമാണ്. ഞാൻ കടയുടെ പേര് പറയാതെന്ന് വെച്ചാൽ ഇനിയിപ്പോ അത് വേണ്ട, ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആരെയും പ്രൊമോട്ടും ചെയ്യണ്ടോ ഡീപ്രൊമോട്ടും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതെ, അവൻ ഒറ്റയടിക്കാതെ തിന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചായില്ല. അതെ, പിന്നടാ എന്താ വേണ്ട നിനക്ക്? അപ്പൊ മൃഗങ്ങൾക്ക് മനസ്സിലായിട്ട് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല എത്രത്തോളം ഭീകരമാണ് കാര്യങ്ങൾ നോക്ക്. ഫ്രഷ് മീൻ വാങ്ങിച്ചിട്ട് അവന് വേണ്ട. ഇതാണ് നമ്മൾ പൊരിച്ചും കരിച്ചും കറി വെച്ചൊക്കെ കഴിക്കണമെന്ന് ഓർക്കുന്നത്. എത്രത്തോളം അപകടമാണെന്ന് കണ്ട.